ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 17:5-6 വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. പലപ്പോഴും നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതായ ഒരു വേദഭാഗമാണ്. ഇവിടെ അപ്പോസ്തലന്മാർ കർത്താവിനോട് മറ്റൊന്നുമല്ല ചോദിച്ചത്, കുറേ ധനമോ വീടോ കാറോ സ്വത്തുക്കളോ ഒന്നുമല്ല അവരാവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അവർക്കറിയാം, വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ പിന്നിൽ മറ്റ് അവർക്ക് പ്രവർത്തിക്കേണ്ടതായ വീര്യമുണ്ടാകും, ലഭിക്കേണ്ടതുണ്ടാകും എന്നുള്ളതായ ആ കാരണത്താൽ അവർ ചോദിച്ച കാര്യം വിശ്വാസം വർദ്ധിപ്പിക്കണം. എന്നാൽ കർത്താവ് ഉടനെ അത് വർദ്ധിപ്പിച്ചിരിക്കുന്നെന്നോ അല്ലെങ്കിൽ അതൊന്നുമല്ല മറുപടിയായിട്ട് പറഞ്ഞത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിലേക്ക് നട്ടുപോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഒരു വലിയ അസാധ്യമായ ഒരു കാര്യമാണ്. കാട്ടത്തി പലസ്തീൻ നാടുകളിലും ഈജിപ്തിലും മറ്റുമൊക്കെ അക്കാലത്ത് ധാരാളം ഉണ്ടായിരുന്ന, ഇപ്പോഴും ഉള്ളതായ ഒരു വൃക്ഷമാണ്. ഏതാണ്ട് 10-13 മീറ്റർ ഉയരവും അതിൻ്റെ ആ ശിഖരങ്ങൾ തിങ്ങിയും അതിൻ്റെ ആ ഫലം ഏതാണ്ട് അത്തിപ്പഴം പോലെയും ഒക്കെ ഇരിക്കുന്ന ഒരു വൃക്ഷമാണ്. എന്നാൽ അത് അത്ര പ്രയോജനമുള്ളതായ ഒന്നല്ല. അപ്പോൾ തന്നെ അതിന്റെ വേരുകള് വളരെയധികം പിണഞ്ഞ് ആഴങ്ങളിൽ ചുറ്റി കിടക്കുന്ന ഒരു വൃക്ഷമാണ്. അതിനെ പെട്ടെന്ന് പറിച്ചെടുക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ JCB കൊണ്ട് തോണ്ടിയാൽ പോലും JCBയുടെ പല്ലുകള് അതിന്റെ വേരുകൾക്കിടയിൽ കുടുങ്ങുകയുള്ളൂ. അപ്പോൾ ഒരു അസാധ്യമായ കാര്യമാണ് ഈ കാട്ടത്തിയെ പിഴുതു മാറ്റുക എന്നുള്ളത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാൻ പറഞ്ഞാൽ അത് നടക്കും. അതും ഒരു അസാധ്യമായ കാര്യമാണ്. കടലിൽ ഒന്നും നടാൻ പറ്റത്തില്ലല്ലോ. അതിങ്ങനെ തിരമാലകളാൽ ഇളകി എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൽ എന്തെങ്കിലും ചെന്ന് വീണാലും അതിനെ കരയ്ക്ക് വീണ്ടും തിരമാലകൾ കൊണ്ടുവരുന്ന അനുഭവമാണല്ലോ. എന്നാൽ ഒരുവൻ വിശ്വാസത്തോടെ പറഞ്ഞാൽ ഈ അസാധ്യമായ കാര്യങ്ങൾ ഇപ്രകാരം നടക്കും എന്നാണ് കർത്താവ് അവിടെ പറയുവാനിടയായത്. പലപ്പോഴും ആ കടുകുമണി ഒരു തികഞ്ഞ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഒരു ചെറിയ വിശ്വാസത്തെ അല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തികഞ്ഞ വിശ്വാസത്തോടുകൂടി നാം ചില കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ തയ്യാറായാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവശക്തിയാണ് നമുക്ക് ആ പറഞ്ഞ ഉപമയിലൂടെ കാണുവാനായിട്ട് കഴിയുന്നു. ചിലപ്പോൾ നമ്മൾ പറയും, ഈ വിഷയത്തിന്മേൽ ഇനി യാതൊരു വിടുതലുമില്ല, തലച്ചോറിന്റെ അകത്തുള്ള വിഷയമാണ്, ഓപ്പറേഷൻ ചെയ്യാൻ നിവർത്തിയില്ല, ഹൃദയത്തിന്റെ അകത്തുള്ള വിഷയമാണ്, ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും കൈമലർത്തുന്ന അനേക വിഷയങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്തതായ ചിലപ്പോൾ ഭാവി സംബന്ധമായ വിഷയങ്ങളുണ്ട്, കുടുംബ വിഷയങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന, ശത്രു ബന്ധിച്ച് കെട്ടിയിരിക്കുന്ന അനേക വിഷയങ്ങൾ മാനവകുലത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാർ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അതേ പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തോട് ചോദിക്കുവാനുള്ളത് അതാണ്. ഏതാണ്ട് ഈ 2025 വർഷക്കാലം നമ്മെ ദൈവം, അല്ലെങ്കിൽ നാം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പലയിടത്തും ദൈവം വിടുവിച്ച കരങ്ങളുണ്ട്. തുടർന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അവിടുന്ന് നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ചിലപ്പോൾ മെഡിക്കൽ സയൻസിന് അസാധ്യമാണ്, ലോകത്തിന് അസാധ്യമാണ്, ഗവൺമെന്റിന് അസാധ്യമാണ്, നിന്റെ കുടുംബത്തിലുള്ളവർക്ക് അസാധ്യമാണ്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവിന്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ വിശ്വാസത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും.
അതെ, അങ്ങനെ സാധിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രിയമുള്ളവര്, പ്രിയ കർത്താവേ, ദൈവമേ, ആ ചില പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങള് അത് അസാധ്യമായി ആ ശത്രു ബന്ധിച്ചു കെട്ടിയിരിക്കുന്ന രോഗങ്ങളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, മറ്റു പ്രതിസന്ധികളാകട്ടെ, കർത്താവെ, തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ആ കാട്ടത്തി വേരോടെ പറഞ്ഞു പോയതുപോലെ അവരുടെ ശരീരത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പറഞ്ഞുപോയി. വിടുതലിന്റെ കരങ്ങൾ കർത്താവ് നീട്ടണമേ. അങ്ങനെ കർത്താവ് നീട്ടുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിർത്തിയതാണെന്നെ, നിന്നതല്ല ഞാൻ. എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര നാൾ കാത്തിടണം.